ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൺ ലൈഫ് ബൈ ലെച്ചൂസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പാക്കിംഗ് വീഡിയോ ഒക്കെയാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. അതായത് നാളെ ഞാനും വല്യമ്മയും ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ടും വല്യമ്മയുടെ നാട്ടിലോട്ടും പോവുകയാണ്. വല്യമ്മയുടെ നാട് അമ്പലപ്പുഴയാണ് കേട്ടോ. വല്യമ്മ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ബാഗൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഇന്ന് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഞാനങ്ങനെ കാര്യമായി കംപ്ലീറ്റ് ഒന്നും ചെയ്തില്ല. അത് വഴിയേ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ നമ്മുടെ കുഞ്ഞുമണി നല്ല ഹാപ്പി ആയിട്ട് കിടക്കുന്നുണ്ട്. രാമൻകുട്ടൻ അതുപോലെ ഇതേ കൊച്ചു ടി വി വെച്ചിട്ട് അതും കണ്ട് അവിടെ വെറുതെ ഇങ്ങനെ കിടക്കാം കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് കുറേ കാര്യങ്ങളൊക്കെ അമ്മ രാവിലെ ചെയ്ത് വെച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ രാവിലെ ഇങ്ങനെ ഹറിബറിയായിട്ട് പണികളൊന്നുമില്ല. പിന്നെ രാമൻകുട്ടന് ക്ലാസ് ഇല്ലാത്ത ദിവസം കൂടി ആയതുകൊണ്ട് അങ്ങനെ എന്താ പറയുക, നല്ല ഒരു സ്മൂത്തായിട്ടുള്ളൊരു മോർണിംഗ് ആയിരുന്നു. അപ്പോൾ ഇന്ന് വെള്ളം വരുന്ന ദിവസമായിരുന്നു കേട്ടോ എൻ്റെ വീട്ടിൽ. അതായത് ഇവിടേക്ക് ഒന്നരാടമാണ് വെള്ളം വരുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ഒന്നരാട ദിവസങ്ങളിലാണെങ്കിൽ പോലും വെള്ളം കയറുന്നില്ല. അപ്പം ഞാൻ ടാങ്കിൽ വെള്ളമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. കാരണം പൈപ്പിൽ നമ്മുടെ മുകളിലുള്ള ടാങ്കിൽ വെള്ളം തീർന്നിട്ട് പൈപ്പിൽ വെള്ളം വരുന്നുണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ നല്ല വെള്ളം വരുന്ന മെയിൻ പൈപ്പ്. അത് തുറന്നിട്ടേക്കാണ്, പക്ഷേ അതിലും വെള്ളമൊന്നും വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അന്നേരം ഞാൻ കുറച്ച് വെള്ളമുള്ളത് കയറട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ മോട്ടർ ഇട്ടു. ഇത് ടാങ്കിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, നമുക്ക് അത്യാവശ്യം കുറച്ച് ഉപയോഗിക്കാനുള്ള വെള്ളം. പിന്നെ ദേ വല്യമ്മ ചായ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വന്നിട്ട് ചൂടാക്കി കുടിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വെള്ളയപ്പവും പിന്നെ ഇറച്ചിക്കറിയുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ നമ്മളിങ്ങനെ കുറേ നേരം ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുറേ നേരം വർത്തമാനം പറഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ രാമൻ രാവിലെ തന്നെ ഓരോ ബുക്കിൽ ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയുണ്ടോ. ഇത് അവന് പഠിക്കാനുള്ള ബുക്കല്ല, എൻ്റെ അമ്മ വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുത്തതാണ് 2-3 ബുക്ക്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവന് തന്നെ സ്വയം തോന്നുമ്പോൾ അവൻ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് അവന് ഇഷ്ടമുള്ള ആക്ടിവിറ്റികൾ അതിൽ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്ത് അവൻ തന്നെ ചെയ്യും. സംശയമുള്ളത് എന്നോട് വന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ഇതെന്താ. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അതിപ്പോൾ നമ്മുടെ ഓരോ ഫെസ്റ്റിവൽസിൻ്റെ കാര്യങ്ങൾ പഠിക്കാനുള്ളതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും അവൻ അങ്ങനെ കാര്യമായി നോക്കില്ല. പിന്നെ ആക്ടിവിറ്റിയൊക്കെ ചെയ്യാൻ അവന് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അതിന് രാവിലെ രാമന് ഞാൻ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനും ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ പോലും എൻ്റെ മനസ്സിൽ പാക്ക് ചെയ്യണമല്ലോ, കുറേ കാര്യങ്ങൾ ഇവിടെ വെക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ എനിക്ക് കൊണ്ടുപോകാനുണ്ടല്ലോ, അതൊക്കെ തന്നെയാണ് എൻ്റെ മനസ്സിൽ. പക്ഷേ ഈ മനസ്സിലിട്ടുകൊണ്ട് ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ അങ്ങനെ മനസ്സിലിട്ടുകൊണ്ട് തന്നെ ഇരുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെ പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിങ്ങനെ വെറുതെ ഇരുന്ന് ഓരോരോ പണികളുണ്ടാവില്ല, അതായത് കുഞ്ഞു പണികൾ, അതായത് പാത്രം കഴുകുക, പിന്നെ വേറെ അല്ലറ ചില്ലറ പണികളുണ്ടായിരുന്നു, കുഞ്ഞിങ്ങനെ കാര്യങ്ങൾ. പിന്നെ വല്യമ്മനായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ സമയം വെറുതെ ഞാൻ കളഞ്ഞു. അങ്ങനെ കുറേ കാര്യങ്ങൾ മിസ്സായി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ തലേന്ന് തന്നെ നന്നായി പാക്ക് ചെയ്യണമെന്ന് വിചാരിച്ചതുകൊണ്ട് അതൊന്നും ഞാൻ ചെയ്തില്ല. അപ്പോഴാണ് ഫ്രിഡ്ജ് തുറന്നപ്പോൾ കുറച്ച് മുന്തിരി ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഇനി ഇത് അവിടെ വെച്ചിട്ട് പോയി അച്ഛനും അമ്മയും എടുത്ത് കഴിക്കുകയില്ല, പിന്നെ അത് ചീത്തയായി പോകണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മുന്തിരി ഞാൻ കഴുകുമ്പോൾ മഞ്ഞപ്പൊടിയും ഉപ്പും വിനാഗിരിയും ചേർത്ത വെള്ളത്തിൽ കുറേ നേരം ഞാൻ ഇട്ട് വെക്കും. അപ്പോൾ നമ്മുടെ മുന്തിരിയിൽ ഇങ്ങനെ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് നശിക്കാനും അത് നന്നായിട്ട് ക്ലീൻ ആവാനും ഹെൽപ്പ് ചെയ്യുന്നത് കുറേ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും വഴി മുന്തിരിയൊക്കെ ക്ലീൻ ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി അതല്ല, നിങ്ങൾ വെറുതെയാണ് കഴുകുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ടും ഉപ്പും മഞ്ഞപ്പൊടിയും വിനാഗിരിയും ഒഴിച്ചിട്ട് നന്നായിട്ട് കുറേ നേരം വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം ഭയങ്കര ചൂടല്ലേ, ഞാൻ ഈ ഒരു ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് ചൂടായി, എനിക്ക് ഭയങ്കരമായിട്ട് ദഹിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ലെമൺ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ലൈം ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ ലൈം പിഴിഞ്ഞൊഴിച്ച് അതിൽ പഞ്ചസാര ഇട്ട് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. അങ്ങനെ കുടിക്കുമ്പോൾ ഭയങ്കര റീഫ്രഷിംഗ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. സാധാരണ നാരങ്ങ ഇങ്ങനെ കൈ വെച്ച് പിഴിഞ്ഞ് കുടിക്കുന്നതിലും നല്ലത് ഇങ്ങനെ മിക്സിയിലിട്ട് അടിക്കുമ്പോഴാണ് എനിക്കിഷ്ടം. അപ്പോൾ ഒരു ഗ്ലാസ് വല്യമ്മയ്ക്കും ഒരു ഗ്ലാസ് രാമനും ഞാൻ കൊണ്ടുപോയി കൊടുത്തു. ഞാൻ കുടിച്ചതിന് ശേഷമാണ് കേട്ടോ കൊടുത്തത്. അതിന് ശേഷം കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് തന്നെ രാമൻ ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഞാൻ മുന്തിരി നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞ് പിന്നെ കുറേ നേരം കഴിഞ്ഞ് ഇതൊക്കെ ആറിയിട്ട് വേണം നമുക്ക് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇത് ജ്യൂസാക്കി എടുക്കാനായിട്ട്. അപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് പോയി എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാമൻകുട്ടന് ആദ്യം ഫുഡൊക്കെ എപ്പോഴും കൊടുക്കും കേട്ടോ. അപ്പോൾ അവന് കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ഫുഡും കഴിക്കുകയാണ്. ഞാൻ ഈ സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അയ്യോ ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ള ഒരാദി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് ഞാനൊന്നും ചെയ്തില്ല. ഭയങ്കര മടിയായിരുന്നു കേട്ടോ എനിക്ക് പാക്ക് ചെയ്യാനായിട്ട്. പോകുന്നത് കൊണ്ടാണോ എന്താണെന്നൊന്നും അറിയില്ല, എനിക്ക് പാക്ക് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നെ ഞാനിപ്പോൾ കഴിക്കുന്നത് സീഡ്സിൻ്റെ ഒരു ലഡുവാണ് കേട്ടോ.
അപ്പോൾ ഇത് നമ്മൾ കറുത്ത എള്ളിട്ടുകൊണ്ടാണ് ഈ ലഡു ഇങ്ങനെ കറുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ലഡു നമുക്ക് കാലുവേദന മാറാനും ഹെയർ ഗ്രോത്തിനും നമ്മുടെ സ്കിന്നിനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, മസ്റ്റായിട്ട് അത് കാണണം കേട്ടോ. ഉള്ളിലേക്കും സീഡ്സ് ലഡു എന്നും പറഞ്ഞിട്ടൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ചാനൽ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ഉള്ളിലേക്കും ശരിക്കും പറഞ്ഞാൽ രാവിലത്തെ ഫുഡ് കഴിച്ചിട്ട് കഴിക്കേണ്ടതായിരുന്നു, ഞാൻ മറന്നു പോയിട്ടോ. അപ്പോഴാണ് ഞാൻ ഉച്ചക്കാണ് ഓർത്തത്. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഞാനത് കഴിച്ചത്. പിന്നെ എനിക്ക് കുറച്ച് പെരടിക്കാനും കാര്യങ്ങളും ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും നമുക്ക് ദഹിച്ചപ്പോൾ ഞാൻ ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിൽ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ഞാൻ കുടിച്ചു. അതിന് ഞാൻ വല്യമ്മയ്ക്കും രാമനും കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ. ഇപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ബോധം വന്നത്. രാത്രി ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ കുറച്ചെങ്കിലും ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ നാളെ രാവിലെ എല്ലാം കൂടി എടുക്കാനായിട്ട് പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ ഓർത്ത് ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റ് അലമാരിയിൽ നിന്ന് പിള്ളേരുടെ ഡ്രസ്സൊക്കെ വലിച്ച് വാരിയിട്ട് നല്ല ഡ്രസ്സുകളൊക്കെ മാറ്റി, പിന്നെ വീട്ടിൽ വെക്കേണ്ട കുറച്ച് ഡ്രസ്സൊക്കെ വീട്ടിൽ അലമാരിയിൽ തന്നെ കയറ്റി വെച്ചു, മടക്കിയൊക്കെ വെച്ചു കേട്ടോ. എൻ്റെ ഡ്രസ്സും കുറച്ചൊക്കെ ഞാൻ എടുത്ത് വെച്ചു. അപ്പോഴേക്കും വീണ്ടും എനിക്കിത് വിശപ്പിൻ്റെ വിളി വന്നു. അപ്പം ഞാൻ നവരരിയുടെ ഒരു കഞ്ഞിയാണ് കേട്ടോ രാത്രി കുടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ് ഈ ഒരു കഞ്ഞി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വേറൊരു വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നവരരിയും ഉലുവയും ജീരകമൊക്കെ ഇട്ടുണ്ടാക്കുന്നൊരു കഞ്ഞിയാണ് കേട്ടോ. നല്ല എഫക്റ്റീവാണ്. മിൽക്ക് കൊടുക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ കഞ്ഞി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ഈ ഒരു പെട്ടി നിറച്ച് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അതേപോലെ വാവടതി ബെഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ആ നീല കളറിലെ പെട്ടി കണ്ടോ, ആ ഒരു ബോക്സും കൂടി നാളെ നമുക്ക് കൊണ്ടുപോകണം. പിന്നെ ഇപ്പുറത്തെ ബ്ലാക്ക് കളറിലെ ബാഗും അതിൻ്റെ മുകളിലിരിക്കുന്ന ഹാൻഡ് ബാഗും വല്യമ്മയുടെ പാക്കിംഗ് ആണ് കേട്ടോ. പിന്നെ അതിന് എനിക്ക് പാക്ക് ചെയ്യാനുള്ള ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മൂടൊക്കെ പോയി. പിന്നെ ഞാൻ പാക്കൊന്നും ചെയ്തില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.